നല്ല മഴയാണ് കേട്ടോ. 2 ദിവസമായിട്ട് തോരാത്ത മഴയാണ്. ഇന്നിപ്പോൾ ചെറുതായിട്ടൊരു തോർച്ച കാണുന്നുണ്ട്. പക്ഷെ ഈ മഴയത്ത് എല്ലാവർക്കും പനി, ജലദോഷം, അങ്ങനെ ഒരുപാട് ചുമ, ഈ അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഒരു രസം റൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ രസം സാധാരണ നമ്മൾ ഉണ്ടാക്കി സെപ്പറേറ്റ് ചോറിലൊഴിച്ചിട്ടാണ് കഴിക്കുക. ഇത് റൈസും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റും. നല്ലോണം വെന്ത് കഴിഞ്ഞാൽ വയസ്സായവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റും. അത് നല്ലോണം ഇതായി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരെണ്ണം ചെയ്ത് നോക്കാം. അപ്പം രസത്തിന് നമ്മളിത് ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് റൈസ് എടുത്തേക്കണം കേട്ടോ. ആളുടെ അനുസരിച്ച് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നല്ല പച്ചരി കേട്ടോ. അപ്പോൾ വെന്ത് ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന പച്ചരിയല്ല, നമ്മൾ നല്ല നൈസായിട്ടുള്ള നല്ല പച്ചരി എടുക്കണം. അല്ലാന്ന് വെച്ചാൽ മറ്റേ ബിരിയാണി റൈസൊക്കെ എടുക്കാം, പക്ഷെ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ. അപ്പോൾ രസത്തിന് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ നോർമൽ നല്ല പച്ചരി എടുത്താൽ മതി. സോനാ മസൂരി അങ്ങനത്തെ പച്ചരിയൊക്കെ എടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല പച്ചരി കേട്ടോ. ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ രസത്തിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മളത് 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, 1.5 ടീസ്പൂൺ മല്ലി, പിന്നെ ചതച്ച മുളക്. ഞാൻ കല്ലിലാ ചതക്കണം, അപ്പോൾ ഞാൻ ചതച്ച മുളക് എടുത്താൽ, അല്ലെങ്കിൽ 2 ചുവന്ന മുളക് ചേർത്താലും മതി. പിന്നെ 1 ടീസ്പൂൺ തുവരപ്പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് അരച്ചെടുക്കണം. തുവരപ്പരിപ്പും ഈ തക്കാളിയും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം മിക്സിയിൽ. ഇതൊക്കെ ചതച്ചെടുക്കും. പിന്നെ അതേ ഒരു ലേശം ഒരു ചെറിയ നെല്ലിക്ക വലിപ്പം പുളി എടുത്തിട്ടുണ്ട്. പിന്നെ അതേ വെളുത്തുള്ളി, ഇഞ്ചി. വെളുത്തുള്ളിയൊക്കെ നല്ലോണം ചേർത്താൽ നല്ല. ഇഞ്ചി നമ്മൾ സാധാരണ രസത്തിൽ ചിലർ ചേർക്കും, ഞാൻ അങ്ങനെ ചേർക്കാറില്ല. അപ്പം ഇത് ഞാൻ ചോറായിട്ട് ഉണ്ടാക്കണ കാരണം ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ആഡ് ചെയ്തതാണ്. പിന്നെ ഞാനൊരു എക്സ്ട്രാ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നാളികേരപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ഇപ്പോൾ നാളികേരപ്പാലിലൊക്കെ രസം ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട് ഇഷ്ടം പോലെ. അപ്പം ഞാനിത് വെച്ചു. ഇതിൽ ചോറിനൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ നല്ലതാണ്. അപ്പോൾ ഒരു 2 പിടി തേങ്ങയുടെ പാലാണ് കേട്ടോ. അത് നല്ലോണം വെള്ളം ഒഴിച്ച് നമ്മൾ അരച്ച് പിഴിഞ്ഞെടുത്താണ്. പിന്നെ നമുക്ക് മല്ലിയുടെ ഇല, കറിവേപ്പിൻ്റെ ഇല, വറുത്തിടാനായിട്ട് ജീരകം, കടുക്, വറ്റൽമുളക്, മറ്റേ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് കായം കൂടി വേണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ രസത്തിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പം നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. അരയ്ക്കണ്ട, നമ്മളിതൊക്കെ ഒരുമിച്ച് അതൊന്ന് ചൂടാക്കി എടുത്താൽ നല്ല കേട്ടോ. കല്ലിലാണെങ്കിൽ, മിക്സിയിലാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്താൽ മതി. കല്ലിലാകുമ്പോൾ ഒന്ന് ചൂടാക്കി, ഞാൻ അതൊന്ന് ഓവനിൽ വെച്ച് ചൂടാക്കിയതാട്ടോ. അപ്പോൾ പൊടിക്കാൻ ഇത്തിരി എളുപ്പമുണ്ടാവുമേ. നമുക്ക് ഈ വെളുത്തുള്ളിയും കൂടി ഇതിൻ്റെ കൂടെ ചതച്ചെടുക്കാം. തുള്ളി ഇഞ്ചി, നമ്മൾ ടൊമാറ്റോയും ഈ പരിപ്പും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. വല്ലാണ്ട് അരയ്ക്കണ്ട, നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണ പോലെ. ഓൾറെഡി പരിപ്പ് കുതിർന്നിട്ടുണ്ട്. വെള്ളം വേണ്ട കേട്ടോ, തക്കാളിയിൽ വെള്ളം ഉണ്ടാവും. അപ്പം നമ്മൾ ആ വെള്ളം എടുക്കുന്നില്ല. നമുക്കിതേ കുക്കറിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിനെ ഒന്ന് വാട്ടണം, ഒന്ന് വറുത്തിടും വേണം. ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ജീരകം, വറ്റൽമുളക്, പൊട്ടട്ടെ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കായപ്പൊടി. കായത്തിൻ്റെ സ്മെല്ല് നല്ലോണം വേണം രസത്തിൽ. നമ്മൾ ഇത്ര ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഒരു ചെറിയ സ്പൂണിൽ ഒരു 3/4 ടീസ്പൂണ്. ഇനി നമ്മൾ ചതച്ച് വെച്ചേക്കണത് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. അധികം ആ പച്ചമണം പോവൊന്നും വേണ്ട. സാധാരണ രസത്തിലേക്ക് നമ്മൾ പച്ചക്ക് തന്നെ അരയ്ക്കാറ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുത്താൽ മതി. നമുക്ക് ഇനി തക്കാളിയും പരിപ്പും കൂടി ഞാൻ ഒന്ന് ക്രഷ് ചെയ്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ആ പച്ചമണം ഒന്ന് വിട്ടുണ്ട്. നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഇതിലൊരു ഏകദേശം ഒരു ഗ്ലാസ് ഉണ്ടാവും കേട്ടോ. അരി എടുത്ത ഗ്ലാസ്സിൽ. ബാക്കി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി.
നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് പിന്നെ അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഉപ്പിൻ്റെ അളവ്. ഞാൻ അരി ഇടാൻ പോവാ കേട്ടോ. അരി ഇട്ടിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇളക്കി കൊടുക്കാം. നമ്മുടെ തേങ്ങാപ്പാൽ ഇതിൽ 1 ഗ്ലാസ് ഉണ്ട്. ഒന്ന് കുഴഞ്ഞിരിക്കണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യം വരില്ല, നോക്കി നോക്കാം. ഒഴിച്ചിട്ട് ലേശം വെള്ളം ആ തേങ്ങാപ്പാലിൻ്റെ പാത്രത്തിൽ ഒഴിച്ചിട്ടേ ഇതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു 2 വിസിൽ വരണ വരെ ഇതായാൽ മതി കേട്ടോ. കുറച്ച് മല്ലിയുടെ ഇല ഞാൻ ഇപ്പോൾ ഇടുന്നുണ്ട്. ഇനി നമുക്ക് വാങ്ങുമ്പോൾ കുറച്ചും കൂടി മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കാം. മല്ലിയുടെ ഇലയുടെ ഒരു ഫ്ലേവറൊക്കെ രസത്തിൽ നല്ലതല്ലേ. നന്നായി ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചൊരു 2 വിസിൽ 2 അല്ലെങ്കിൽ 3 വിസിൽ കേട്ടോ. അതിൽ കൂടുതൽ വേണ്ട. പച്ചരിയാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മുടെ രസം റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇങ്ങനൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. നല്ല കറക്റ്റായിട്ട് നല്ല പാകത്തിന് ഉണ്ടോ, വെള്ളമൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇത്രയും നമുക്ക് വെള്ളം ആവശ്യമുള്ളൂ. ഇനി കുറച്ചും കൂടി കുഴഞ്ഞിരിക്കണം എന്ന് വെച്ചാൽ കുറച്ച് എക്സ്ട്രാ ഒരു 1/2 ഗ്ലാസ് കൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലൊന്ന് ചെറുതായിട്ടൊരു നെയ്യ് ഒഴിച്ചിട്ടേ നമുക്കൊന്ന് ഒരിത്തിരി ജീരകവും കടുകും കറിവേപ്പിലയും കൂടി ഒന്ന് വറുത്തിടാം. നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാട്ടോ. നമ്മൾ വെളിച്ചെണ്ണയിലല്ലേ മറ്റോ ഒക്കെ ചെയ്തത്. അപ്പോൾ ഇതിൽ ലാസ്റ്റിൽ നെയ്യിലൊന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ്. അത് കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടട്ടെ കേട്ടോ കടുക്. എന്നിട്ട് ജീരകം പെട്ടെന്ന് കരിഞ്ഞു പോകും അല്ലെങ്കിലേ. ജീരകവും മുളകും പിന്നെ കറിവേപ്പിലയും. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടേ നമ്മൾ കായം നല്ലോണം ഇട്ടിട്ടുണ്ട്. എന്നാലും ഒരു നുള്ളു കായം ഈ വറുത്തെണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഞാനത് ഒന്ന് സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രസം റൈസ് നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോഴേ നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഒന്ന് രസം റൈസ് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കൂട്ടോ. അടിപൊളിയാണ്. പിന്നെ നമുക്ക് രസം എന്താണെന്നറിയാലോ. നമ്മൾ ആദ്യമേ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ പനി, ചുമ, മറ്റേ നീരുവീഴ്ചയൊക്കെ വരുമ്പോൾ എപ്പോഴും വീടുകളിൽ പഴയ കാലത്ത് കർന്നോക്കന്മാരൊക്കെ പറയും ഒരു രസം ഉണ്ടാക്കിയിട്ട് അതൊഴിച്ച് ചോറുണ്ണാൻ പറയും. വേറെ ഒന്നും അതിൻ്റെ കൂടെ തരില്ല. 2 പപ്പടവും. അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പനിക്കും ചുമയ്ക്കൊക്കെ വളരെ നല്ലതാണ്. കുരുമുളക്, ജീരകം, വെളുത്തുള്ളിയൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റാണ് രസം കൂട്ടിയിട്ട് ചോറുണ്ണത് ഇത്രയും മഴയത്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതാണ്. ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ.